റിപ്പോർട്ടർ ചാനൽ അവരൊരു സ്പോർട്സ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സാർ കണ്ടല്ലോ, അതിന്റെ ഇനോഗ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. IM വിജയനൊക്കെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ ഭയങ്കര ഒരു വലിയ പ്രസ്താവന, ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഇവിടുത്തെ കേരളത്തിലെ സ്പോർട്സ് പ്രേമികൾക്ക് ഇനി വേറെ ഒന്നും വേണ്ട. അതെന്താന്ന് വെച്ചാൽ ലയണൽ മെസ്സിനെ ഇവിടെ കൊണ്ടുവരും എന്നുള്ളത്. കളിപ്പിക്കാനാണോ കാണിപ്പിക്കാനാണോ എന്നറിയില്ല, എന്തായാലും മെസ്സി വരും. മെസ്സി വരണേ പുലി വരണേ മാതിരിയായി പോയോ എന്നൊരു സംശയം. അബ്ദുറഹ്മാൻ മന്ത്രി വരയ്ക്കും പറഞ്ഞത് മെസ്സി വരുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ കേൾക്കുന്നു മെസ്സി വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? പുലി വരണ കേസായോ? അഞ്ജന, ഞാൻ ഇന്നലെയും ഇന്നിരുന്ന് റിപ്പോർട്ടർ ചാനൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അവർ കമൻറ്റ് പറയും? കണ്ടില്ല. മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞു, അവരിതുവരെ പറഞ്ഞില്ല. പക്ഷേ ഏഷ്യാനെറ്റ് പറയുന്നുണ്ട് ആളെ പറ്റിച്ചു, മന്ത്രിയും റിപ്പോർട്ടർ ചാനലും. അത് തന്നെയല്ലേ സത്യം? മന്ത്രി പറഞ്ഞു ഉറപ്പായിട്ടും മെസ്സി വരും, ഞങ്ങൾ കൊണ്ടുവരും, ഗവൺമെൻറ് കൊണ്ടുവരും എന്നാണ്. രണ്ടാം വട്ടം വന്നപ്പോൾ മന്ത്രി ഒന്ന് മാറി ചവിട്ടി. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഗവൺമെൻറ്റിന് അതിൻ്റെ ഫണ്ടൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളൊരു ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുക. ഏജൻസി ഏതാണെന്ന് അന്വേഷിച്ച് എന്നപ്പോഴാണ് അറിഞ്ഞത് റിപ്പോർട്ടർ ചാനൽ. അപ്പോഴേ എനിക്കറിയാം ഇത് തട്ടിപ്പാണെന്ന്. കാരണം എന്താ? ആളുകൾ പറയുന്നത് മരമുറി കേസിലെ പ്രതിയായിട്ടുള്ള ആൾ ഉടമയായിട്ടുള്ള ഒരു ചാനൽ. എനിക്കറിയില്ലേ, ഞാനിത് അന്വേഷിച്ചിട്ടുമില്ല, ഞാൻ അങ്ങനെ പറയുന്നുമില്ല, ഞാൻ അങ്ങനെ സംശയിക്കുന്നു എന്ന് മാത്രം ഇങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ടതുകൊണ്ട് അതിൻ്റെ ആളാണ് ഈ ചാനലിൻ്റെ ഉടമ. അപ്പോൾ ഒരു കള്ളം കാണിക്കുന്ന ഒരാളിൻ്റെ വാക്കുകൾ കള്ളമാവാതിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. എനിക്ക് അന്നേ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയോട് കൂടിയാണ് പറഞ്ഞത്. പക്ഷേ ഈ ചാനലിൽ, ഏഷ്യാനെറ്റ് ചാനലിൽ അത് വരില്ല, മെസ്സി വരില്ല എന്ന് നേരത്തെ തന്നെ ഒരു മാസം മുമ്പ് തന്നെ റിപ്പോർട്ട് വന്നു. അത് കണ്ടിട്ട് അന്നത്തെ ഈ റിപ്പോർട്ടർ ചാനൽ ഞാൻ നോക്കി. എനിക്ക് ഈ അറിവേ ഉള്ളൂ, മരമുറിയുടെ മുട്ടിൽ മരമുറിയുടെ കാര്യമൊന്നും എനിക്ക് ഇവർക്ക് പങ്ക് ഞാനതൊന്നും എൻ്റെ ഒരു ഏരിയ അല്ലത്, ഞാനത് വിടുന്നു പോട്ടെ. ചാനലിൻ്റെ സത്യസന്ധത മാത്രം ഞാൻ പറയും. അന്ന് വളരെ ശക്തമായിട്ട് ആൻഡോ ആഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ ചാനൽ ഉടമകളിൽ ഒരാളാണ്. അദ്ദേഹം ഉടമയാണോ അതല്ലല്ലോ, നമ്മൾ ചാനലിൻ്റെ മെറിറ്റ് മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പം അദ്ദേഹം വളരെ ശക്തമായിട്ട് വാദിച്ചു. ഏഷ്യാനെറ്റ് എന്താ പറയുന്നത്? ഇവരിതിൻ്റെ ബേസിക്സ് പഠിക്കണ്ടേ? പത്രപ്രവർത്തനത്തിൻ്റെ എന്നോടൊന്ന് ചോദിക്കണ്ടേ? ഞാനിതാ പറയുന്നു മെസ്സി ഇവിടെ വരും, കളിക്കും എന്ന്. ഇതിന് കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ട സമയത്ത് ഞങ്ങൾ കൊടുക്കും. ഇപ്പൊ റിസർവ് ബാങ്കിന്റെ ഒരു ഒബ്ജക്ഷൻ ഉണ്ട്, അത് തീർത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് റിസർവ് ബാങ്ക് വഴി പണമെല്ലാം കൊടുത്തു കഴിഞ്ഞു, മെസ്സി വരും. നമ്മളെ ഇങ്ങനെ ആശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നല്ലേ? ഇവരെ ആശ മാത്രം കൊടുത്തു, ആനയെ വിട്ട് തന്നുമില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞ് പൈസയെല്ലാം അടച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രി വന്ന് പറയുന്നു പൈസയൊക്കെ അടച്ചു, പക്ഷെ മെസ്സി വരില്ല, പുലി വരുന്നേ. അവസാനം സംഭവിച്ച പോലെ മെസ്സിയെ കാണാൻ ഞാൻ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നേക്കറ. ഒന്ന് കാണാമല്ലോ, നമുക്ക് ഫുട്ബോളൊന്നും പഠിക്കാൻ ഇനി സമയമില്ല, പക്ഷേ എങ്കിലും മെസ്സിയെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. അതുപോലെ നമുക്കൊരു ഫുട്ബോളിലുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഫുട്ബോൾ കഴിച്ചിട്ടുണ്ട്. ശരിയാണ്. ഇന്ത്യയിൽ ബംഗാൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് കേരളമാണ് ഇവിടെ ഫുട്ബോൾ പ്രാന്തന്മാർ. അതെ, നമ്മളെല്ലാം ഗോൾ അടിക്കാനാണ് ശ്രമിക്കുക, പക്ഷെ മന്ത്രി സെൽഫ് ഗോൾ അടിച്ചിരിക്കുന്നത്. ഈ ചാനൽ സെൽഫ് ഗോൾ അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തു മണ്ടൻ ഇയാൾക്ക്! ഒരു മന്ത്രി എന്ന് പറയുന്ന നല്ലൊരു ക്രെഡിബിലിറ്റി വേണ്ടേ? കൂട്ടുത്തരവാദിത്തമല്ലേ? ഗവൺമെന്റിന്റെ ക്രെഡിബിലിറ്റി കൂടി. ആളെ പറ്റിക്കുക വരും എന്ന് അങ്ങനെ ആരോടെങ്കിലും ചോദിച്ചോ? മെസ്സി എന്ന് വരുമെന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല, ഇതൊക്കെ പ്രഖ്യാപനമാണ്, മെസ്സി വരും കേരളത്തിലോട്ട് മെസ്സി വരും. എനിക്ക് അപ്പോഴേ അറിയത് കാപട്ടിക്ക്. പക്ഷേ ഇത് അഞ്ജന നോക്കൂ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്നുണ്ട്. അവരൊന്നും ഇങ്ങനെ വീമ്പിളക്കൊണ്ട് നടന്നിട്ടില്ല, അവരൊന്നും റിപ്പോർട്ടർ ചാനലിന്റെ സഹായം തേടിയിട്ടുമില്ല. അദ്ദേഹം വരും, കൽക്കട്ടയെ കളിക്കും. താങ്കൾ പറഞ്ഞ ഫുട്ബോളിന്റെ ഇന്ത്യയിലെ മെക്കയായിട്ടുള്ള കൽക്കട്ടയിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. ഇനി ഞാൻ അവിടെ പോയി കാണും മെസ്സിയെ. ഈ റിപ്പോർട്ടർ ചാനലിനെ വിശ്വസിച്ചിരുന്നാൽ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ വരുന്ന വാർത്തകൾ ഇതുപോലാണോ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഒരു പരസ്യം എടുത്ത് വാർത്തയായിട്ട് അതിൽ വന്നിട്ടുണ്ട്. ഞാനെപ്പോഴും അവിടുത്തെ അരുണിനെ എപ്പോഴും അനുമോദിക്കുന്ന ആളുമാണ്, അദ്ദേഹത്തിൻ്റെ ആ ധീരതയെ അഭിനന്ദിക്കുന്ന ആളുമാണ്. കാരണം ഞാനാണ് അദ്ദേഹത്തിന് ഈ രംഗത്തേക്ക് ആദ്യമായിട്ട് ദൂരദർശനിലിരിക്കുമ്പോൾ ഈ രംഗത്തേക്ക് അദ്ദേഹം കൊണ്ട് വേറെ പരിപാടികൾ ചെയ്തിട്ടുണ്ടാവാം. ഒരു സംവാദ തലത്തിലേക്ക് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഡെബുവായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത് ദൂരദർശനിലാണ്. അന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ ഞാനായിരുന്നു. അത്രേ ഉള്ളൂ. ഞാനതിൽ കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ടാണ് അദ്ദേഹം ഉയരുന്നത്. സന്തോഷിക്കുന്ന ആളുമാണ്. പക്ഷേ ഇങ്ങനെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ജനങ്ങളെ പറ്റിക്കുക എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തിന് നല്ലൊരു മാതൃകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മരമുറി കേസോ മറ്റ് കേസുകളോ ആളുകൾ പറയുന്നത് ഞാൻ അതിനൊന്നും
സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വാർത്ത കാണാൻ. അദ്ദേഹം വളരെ ധീരമായിട്ട് ഒരു പുതിയ പന്താവ് വെട്ടിത്തൊളിച്ചു അവതരണത്തിൻ്റെ കാര്യത്തിൽ. ദൂരദർശനിൽ വെച്ച് തുടങ്ങിയതാണത്. ആ പന്താവ് തട്ടിത്തൊളിച്ചു വളരെ ഉയരങ്ങളിലേക്ക് അങ്ങ് എത്തിപ്പോയി. ദൂരദർശനെയൊക്കെ വീഴ്ച അദ്ദേഹം പറന്ന് ആകാശത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ സ്വന്തം ചിറവ് കൊണ്ടാണ്, അദ്ദേഹം സ്വന്തം ചിറവ് കൊണ്ടാണ് പറക്കുന്നത്. ദൂരദർശന്റെയോ എന്റെയോ ചിറവ് കൊണ്ടല്ല പറക്കുന്നത്. പക്ഷേ ഇത് തീർച്ചയായിട്ടും വലിയൊരു ചതിയായിപ്പോയി. ആളെ പറ്റിക്കുന്ന പരിപാടി. ഇതിപ്പോൾ മന്ത്രിക്ക് പറ്റിയ തെറ്റാണോ, ചാനലിന് പറ്റിയ തെറ്റാണോ, രണ്ടിനും കൂടി പറ്റാണോ, എന്തായാലും പറ്റിയ അബദ്ധത്തിലായത് ഇപ്പോൾ ജനങ്ങളാണ്, കേരളത്തിലെ പ്രതീക്ഷ നിർഭര പ്രേമികളാണ്. കൽക്കട്ടയിൽ പോകും പണമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ ഈ ആത്മഹത്യയിലേക്ക് വരെ. മെസ്സിയെ അതാണ് അത്രയ്ക്ക് ആരാധനയാണ്, കടുത്ത മെസ്സിയുടെ യൂണിഫോം ഇട്ടല്ലേ നമ്മുടെ പിള്ളേർ പാടുന്നത്, വളരെ പോപ്പുലർ അല്ലേ. അതെ. അപ്പൊ അങ്ങനെ ആരാധനാ മനോഭാവമുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടാക്കിയിട്ട് അതിന്റെ നിരാശ അതിപ്പോ കാറ്റ് വിതച്ച് കൊടുക്കാറ്റ് കൊയ്യുന്നത് പോലെ ആയിത്തീർന്നു. മിണ്ടാതിരുന്നാൽ പോരെ, വരുന്നതിന്റെ തൊട്ട് ഉറപ്പായതിനു ശേഷം പറഞ്ഞാൽ പോരായിരുന്നില്ലേ. ഒരു കൺഫർമേഷനും ഇല്ലാതെ ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ചാനലിന് പറ്റിയതല്ല പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള. സാർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ കൂടി അതിനെ പറ്റിയിട്ട് വലിയ അഭിപ്രായമായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനലിനെ പറ്റിയിട്ട്. കാരണം ഈ കന്യാസ്ത്രീകളുടെ കേസായാലും ശരി, അവരുടെ ആ ഡിബേറ്റിൽ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവര് ഇന്ത്യ വിരുദ്ധത ഉള്ള ഒരു ചാനലാണോ എന്നും കൂടി നമ്മൾ സംശയിച്ചു പോകും. സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി, ശരിക്കും ഇന്ത്യ വിരുദ്ധത ഉള്ളവരല്ല, സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആതിഥ്യയോളം പോകുന്ന സ്വഭാവമുള്ള ഒരാളാണ് അരുണ്. അപ്പോൾ ആ ഒരു രീതിയായിരിക്കും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത്. കൂടുതൽ കയ്യടി കിട്ടുന്നതിനാ. പക്ഷേ ഈ കയ്യടികളെ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കയ്യടികൾ ഉണ്ടാവില്ല, പിന്നെ ഉണ്ടാവുന്ന കയ്യേറ്റങ്ങളായിരിക്കും. ഉണ്ടാവും. അപ്പൊ പിന്നെ കയ്യേറ്റങ്ങൾ നേരിടേണ്ടി വരും നിങ്ങൾ ആളെ പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ. അത് ഉണ്ടാവാതെ നോക്കേണ്ട ഒരു ആവശ്യം എല്ലാ ചാനലുകൾക്കും ഉണ്ട്. പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ നിങ്ങൾ അതിന് പറയൂ. നിങ്ങൾ ആന്റോ അഗസ്റ്റിനും എല്ലാം കൂടെ ചർച്ചയിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തൂ. ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല ഇത് സംഭവിച്ചെങ്കിൽ അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായിട്ടുള്ള നിലപാടല്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരുമെന്ന്, എവിടെ? നിങ്ങൾ ഉത്തരം പറയും. എന്തു സംഭവിച്ചു? ജനങ്ങൾക്ക് അറിയാൻ അവകാശമില്ല. RBIയുടെ പൈസ കൊടുത്തു എന്നും പറയുന്നുണ്ട്. അതെ, ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരമായിട്ടല്ലല്ലോ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ സ്വയം ഇങ്ങനെ പറഞ്ഞതല്ലേ. നിങ്ങൾ കൊണ്ടുവരണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. മന്ത്രി ആവശ്യപ്പെട്ടു കാണും, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. മന്ത്രി ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആയാലേ എങ്ങനെയായി മന്ത്രിമാര്? ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇവരെ ഇന്ന് പറയുന്ന വാക്കുകൾ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഇന്നലെ പറഞ്ഞ വാക്കുകൾ കള്ളമാണ്, വ്യാജമാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ ഇന്ന് പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, അല്ലേ? IM വിജയനെ മാതിരി അല്ലെ, നമുക്ക് എത്രയോ നല്ല നല്ല പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരുള്ള ഒരു നാടാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കൂടെ നിർത്തിയും കൊണ്ടാണ് ഈ പൊതുവേദിയിൽ അവരത് പറഞ്ഞത്. മെസ്സിയെ കാണുക എന്നുള്ളത് മാത്രമല്ലല്ലോ, മെസ്സി വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇംപീറ്റസ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. പ്രത്യേകിച്ച് മലപ്പുറത്താണ് ഫുട്ബോളിലുള്ള ഒരു നമ്മുടെ ആവേശം 10 മടങ്ങാം, ശതഗുണീഭവിക്കാം ചിലപ്പോൾ. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്ന നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് അതൊരു പുതിയ അന്തരീക്ഷം. സ്പോർട്സ് ആണ് ഒരു എസ്കേപ്പ് ഈ മയക്കുമരുന്നോടുള്ള ആസക്തി എന്നെല്ലാവരും സമ്മതിക്കുന്ന കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വരവ് കേരളത്തെ വലിയ തരത്തിൽ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പൊ മുക്കിന് മൂലയിലൊക്കെ ടർഫുകളുണ്ട് സാർ. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോളിന്റെ സൈഡിലും അവിടെ എത്രയും കുട്ടികൾ ഈ ചെറിയൊരു, കാരണം കളിക്കാൻ ഇത്ര വലിയ വലിയ ഗ്രൗണ്ടുകൾ ഇല്ലല്ലോ ഇപ്പൊ. അപ്പൊ ഉള്ള സ്ഥലത്ത് ഒരു ചെറിയൊരു ഏരിയ ആണെങ്കിലും ഉള്ള സ്ഥലത്ത് ടർഫുകൾ ഉണ്ടാക്കി അവിടെയാണ് കളി. അത് പാതിരാത്രിക്ക് ഞാൻ കളി കണ്ടിട്ടുണ്ട്. കുട്ടികൾ പോയി കളിക്കണം, അവർക്ക് സമയമില്ല. അപ്പൊ ഈ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഈ ഹോൾ ഡേ അവർ വർക്ക് ചെയ്തിട്ട് സാർ പറഞ്ഞ മാതിരി അവർക്കൊരു എനർജി ബൂസ്റ്റ്, അല്ലെങ്കിൽ അവർക്കൊരു അവരുടെ എന്താണ് കായികക്ഷമത വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു എക്സസൈസ് മാതിരിയാണ് അവർ പോയിട്ട് ഈ ടർഫിൽ കളിക്കുന്നത്. അപ്പൊ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലും ഫുട്ബോളിന് ഉള്ളവര്, അത്രയും ഇഷ്ടമുള്ള ആൾക്കാരാണ്. എന്ത് നിരാശപ്പെടുത്തുവരെ വൻ നിരാശ. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയുന്ന പോലെ ഇത് സംഭവിച്ചിരിക്കുന്നു. എന്തായാലും അത് വലിയൊരു നിരാശ നമ്മുടെ ആൾക്കാരിൽ ഉണ്ടാക്കും, അവരെ ഡീമോറലൈസും ചെയ്യും. അത് വേണ്ടായിരുന്നു.